സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന സാധനത്തിൻ്റെ വിവോ X300FEയുടെ ഒരു ഡീറ്റെയിൽഡ് ക്യാമറ റിവ്യൂ ആണ്. അപ്പോൾ ഇത് എടുക്കാനായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒരു ഫാൻ എഡിഷൻ, അതായത് FE എന്ന് പറയുമ്പോൾ ഫാൻ എഡിഷൻ അല്ലെങ്കിൽ ഫ്യൂച്ചർ എഡിഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു ഫാൻ എഡിഷന് വിവോ ഇന്തമാതിരി സാധനങ്ങൾ എടുത്ത് വെച്ച് വിടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം ഒരു സ്നാപ്ഡ്രാഗൺ വിവോ ഇതിനകത്തോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റോറേജ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഫാൻ എഡിഷൻ എന്ന് പറയുമ്പം ഇച്ചിരി ക്യാമറ പരമായിട്ട് കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് 200FEയിലൊക്കെ വരുമ്പോൾ 3.1 പറഞ്ഞത് UFS സ്റ്റോറേജിന്റെ ഭാഗത്ത് 3.1 പറഞ്ഞതുകൊണ്ട് കുറച്ചധികം ഡിലേ ഉണ്ടായിരുന്നു. ഒരു 6-7 സെക്കൻഡോളം ഡിലേ ഉണ്ടായിരുന്നു. അതിന്റെ ക്യാമറ റിവ്യൂ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് കയറി നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. പക്ഷേ ഈ ഒരു സാധനത്തിലോട്ട് വരുമ്പോൾ UFS 4.1 ആണ് കേട്ടോ വരുന്നത് സ്റ്റോറേജിന്റെ ഭാഗത്ത് വരുമ്പോൾ. അപ്പോൾ UFS 4.1ഉം അതിന്റെ കൂടെ തന്നെ സ്നാപ്ഡ്രാഗന്റെ 5th Gen 3nm പ്രോസസ്സും കൂടെ വരുമ്പോൾ ഈ സാധനം വേറെ ലെവലാണ് പ്രോസസ്സായി പറഞ്ഞിടായി. അതുപോലെ തന്നെ ഇതിനകത്ത് എന്തൊക്കെ മോഡ്സ് കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. Xiaomi 17 Ultra'യിൽ 4.1 ആണ് പറഞ്ഞത്. അപ്പോൾ അതിന്റെ പ്രോസസ്സിങ്ങിന് തന്നെ ക്വാളിറ്റി പ്രോസസ്സിംഗ് ഫാസ്റ്റ് ഇതൊക്കെ നമുക്ക് മനസ്സിലായതുകൊണ്ട് ഈ ഒരു സാധനം വന്നപ്പോൾ എനിക്ക് എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു ഈ സാധനം പെടയായിരിക്കും എന്നുള്ളത്. അതുപോലെ തന്നെയാണ് സാധനം നൈസാണ്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽഡ് ക്യാമറ റിവ്യൂയിലോട്ട് നിങ്ങൾക്ക് പോവാം. അതിനു മുമ്പ് ഇതിനകത്ത് എന്തൊക്കെ രീതിക്ക് നമുക്ക് ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. പിന്നെ മെയിൻ ക്യാമറ പറഞ്ഞത് 50 മെഗാപിക്സലാണ്, 23mm വൈഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡറി നമ്മുടെ ടെലിഫോട്ടോ ക്യാമറ, പെരിസ്കോപ്പിക് ടെലിഫോട്ടോ ക്യാമറ പറഞ്ഞതും 50 മെഗാപിക്സൽ തന്നെയാണ് കേട്ടോ വരുന്നത്. അത് നമുക്ക് എക്സ്റ്റൻഷൻ മറ്റേ സാധനം ഉണ്ടല്ലോ, അവർ എക്സ്ട്രാ പൈസ കൊടുത്ത് മേടിച്ചാൽ നമുക്ക് മറ്റേ സൂം സാധനം കിട്ടും, ലെൻസ് എക്സ്ട്രാ കണക്ട് ചെയ്യാൻ പറ്റുന്നത് 200mm പ്ലസ് പോകുന്നത്. അത് അത്യാവശ്യം എമൗണ്ട് കൊടുത്താൽ നിങ്ങൾക്ക് മേടിക്കാം. അതിൻ്റെ കൂടെ ഒരു കേസ് ഉണ്ട്. ആ കേസ് ഇട്ടിട്ട് അത് നിങ്ങൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വെച്ച് ഫോട്ടോ എടുക്കാൻ പറ്റും. പിന്നെ 8 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡാണ്. 8 മെഗാപിക്സൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വാളിറ്റി ലോസ് കാര്യങ്ങളൊന്നുമില്ല. അൾട്രാ വൈഡിൽ നിന്ന് 1x സ്വിച്ചിങ് ആകുമ്പോൾ ആ കളർ വേരിയേഷനും കാര്യങ്ങളൊന്നും അങ്ങനെ വലുതായിട്ട് നമുക്ക് ഫീൽ ചെയ്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവമാണ് ഇത് വെച്ചിരിക്കുന്നത്. ഫ്രണ്ട് ക്യാമറ വരുന്നത് 50 മെഗാപിക്സൽ തന്നെയാണ് വരുന്നത്. നമുക്ക് 4K 60fps വരെ നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്റ്റെബിലൈസേഷൻ ഓൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ക്യാമറയിൽ 1080p 30 പോകും. ബാക്കിൽ നമുക്ക് ഒരു ടൈപ്പ് സ്റ്റെബിലൈസേഷനെ പറ്റത്തുള്ളൂ. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ 3 ടൈപ്പിലുള്ള സ്റ്റെബിലൈസേഷൻ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അത്യാവശ്യം കോമ്പാക്റ്റ് ആണ്, കൈക്കകത്തിരിക്കും. അതൊക്കെ നമുക്ക് അൺബോക്സിങ്ങിൽ പറഞ്ഞതാണ്. ഇനി ഒരു ഓവറോൾ യൂസിൻ്റെ വീഡിയോയിൽ അതൊക്കെ പറ്റി പറയാം. ഫസ്റ്റ് നമുക്ക് എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളിവിടെ കാണട്ടെ, ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് നമ്മുടെ ഇൻ ഹാൻഡ് ഫീൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈക്കകത്തിരിക്കുന്ന ഇങ്ങനെയായിരിക്കും. ഞാൻ ഇങ്ങനെയാണ് ഫോൺ യൂസ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ക്യാമറ മോഡ് ഓപ്പൺ ആക്കുമ്പോൾ, ക്യാമറ ആപ്പ് ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് സ്നാപ്ഷോട്ട് എന്ന് പറഞ്ഞൊരു സാധനമുള്ളത് 1xലും 2xലും 3xലും നമുക്ക് എടുക്കാൻ പറ്റും. ടെലിഫോട്ടോയിലോട്ട് സ്വിച്ച് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഈ 1xൽ 2xൽ 3xൽ എടുക്കേണ്ടത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കുതിരയോട്ടം കാണാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ സൈക്കിൾ കാണാൻ പോകുമ്പോഴോ മരണക്കിണറിനകത്തൊക്കെ ബൈക്കൊക്കെ ഓട്ടിക്കുന്ന ഷോട്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്നാപ്ഷോട്ട് എടുക്കാം. നിങ്ങൾക്ക് ടക്കന അത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റിനൊക്കെ എടുക്കാം. നിങ്ങൾക്ക് ഈ സ്നാപ്ഷോട്ട് യൂസ് ചെയ്യാം. പിന്നെ ഈ ലാൻഡ്സ്കേപ്പ് ആൻഡ് നൈറ്റ് മോഡ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇതിനകത്ത് എടുക്കുന്ന ഫോട്ടോ നമ്മൾ നോർമൽ ഫോട്ടോയിൽ ഈ നൈറ്റ് മോഡ് വന്ന് എടുക്കണേക്കാട്ടിലും ബെറ്റർ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ഈ ലാൻഡ്സ്കേപ്പ് ആൻഡ് നൈറ്റ് മോഡിൽ എടുക്കാൻ പറ്റും. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ഒരു 3 സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിനകത്ത് നല്ല ഫോട്ടോ എടുക്കാൻ പറ്റും. അത് അൾട്രാ വൈഡ് മുതൽ 10x സൂം ഇൻ അപ് ടു 100x വരെ നിങ്ങൾക്ക് എടുക്കാം. ഈ ഒരു 100xലൊക്കെ പോയിട്ട് സ്നാപ്ഷോട്ട് നൈറ്റ് എടുക്കാൻ നിന്നാൽ ഒന്നും കിട്ടൂല. ഒരു 1x to 3x വരെയൊക്കെ നിങ്ങൾക്ക് നല്ല സാധനം കിട്ടും. പിന്നെ പോർട്രേറ്റ് മോഡാണ്. പോർട്രേറ്റ് മോഡിൽ നമുക്ക് 23mm 35mm 50mm 85mm 100mm വരെ പറ്റും. സൂമിന് പരിപാടിയൊന്നും നടക്കത്തില്ല. ഇതാണ് ഇതിൻ്റെ മാക്സിമം. ഈ ഒരു സാധനം ഉണ്ടല്ലോ, നമ്മുടെ ഓരോ മോഡുകളാണ്. ഓരോ mm ഓരോ മോഡ് നമുക്ക് ആ ഒരു ബ്ലർ കാര്യങ്ങളൊക്കെ മാറ്റി നമുക്ക് എടുക്കാൻ പറ്റും. ഈ ഒരു സൈസിൻ്റെ കുറച്ചധികം ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ബ്ലർസ് കാര്യങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് നോർമലിലെടുത്താൽ നമ്മൾ ഒരു നാച്ചുറലെടുത്താൽ നാച്ചുറൽ ബ്ലറായിട്ട് കിട്ടും. അതുപോലെ തന്നെ സൈസിൻ്റെ കുറേ അധികം ബ്ലർസ് കാര്യങ്ങൾ ഉണ്ട് കേട്ടോ ഇതിനകത്ത്. അതുപോലെ തന്നെ ഫിൽറ്റേഴ്സ് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. ഫിൽറ്റേഴ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ട ഫിൽറ്റേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് സ്മൂത്തനിങ്ങും ബാക്കി പരിപാടിയൊക്കെ അതിനകത്ത് നടക്കും. അതുപോലെ തന്നെ ഇത് നമുക്ക് അതിൻ്റെ വിവിഡ് ടെക്സ്ചർ, അതുപോലെ തന്നെ സൈസിൻ്റെ വേറൊരു ഫിൽറ്ററാണ്, സിനിമാറ്റിക് ഫിൽറ്ററാണ്. അങ്ങനെ കുറച്ചധികം ഫിൽറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. നമുക്കത് നോക്കി കണ്ടൊക്കെ എടുക്കാൻ പറ്റും. നാച്ചുറലിൽ ഇട്ട് എടുക്കണേന് സത്യം പറഞ്ഞാൽ നല്ലത്. നമുക്ക് ബാക്ക് അടിച്ചിട്ട് അടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോട്ടോ മോഡ്. ഇപ്പം ഫോട്ടോ മോഡിൽ അൾട്രാ വൈഡ് ടു നമുക്ക് സൂം ഇൻ അപ് ടു 100x വരെ ഇതിൽ പറ്റും. മറ്റേ എക്സ്റ്റൻഷൻ ലെൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു 200mm പോകാൻ പറ്റും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ മോഡാണ് വരുന്നത്. ഇവിടെ ഈ ഫോട്ടോ മോഡിൽ ഈ ഒരു സാധനം മാക്രോ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയുള്ളതാണ്. ഇരിക്കുന്ന സാധനം ഇത് കണ്ട, ഈ ഇരിക്കുന്ന സാധനം മാക്രോ ഫോട്ടോഗ്രാഫിക്കുള്ളതാണ്. അതെടുത്താൽ മാക്രോ ഫോട്ടോഗ്രാഫി നടക്കും. ഇത് ലൈവ് ഫോട്ടോയാണ് കേട്ടോ. ഇവിടെ കിടക്കണം ലൈവ് ഫോട്ടോ. അതായത് മൂവ്മെൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ നമുക്ക് എടുക്കണമെങ്കിൽ, കൊച്ചുള്ളവരെയൊക്കെ ഫോട്ടോ എടുക്കണമെങ്കിൽ ഈ ലൈവ് ഫോട്ടോയിൽ എടുക്കണമെങ്കിൽ നല്ലത്. അതാകുമ്പോൾ
നമുക്ക് ആ ഒരു ബ്ലർ ആവാത്തൊരു ഫോട്ടോ കിട്ടും. പിന്നെ ഇത് ഗൂഗിൾ മറ്റേ ലെൻസ് പരിപാടി സംഭവമൊക്കെയാണ്, നെറ്റ്വർക്ക് കണക്ട് ചെയ്യണം. ഞാൻ ഇതുവരെ കണക്ട് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് നമുക്ക് വീഡിയോ മോഡിലോട്ട് പോകാം. വീഡിയോ മോഡിനകത്ത് നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അൾട്രാ വൈഡ് 1x 2x 3x സൂം ഇൻ അപ് ടു 15x വരെ പോകാൻ പറ്റും 1080p 30-ൽ. അപ്പോൾ നമുക്ക് ആ ഒരു സ്വിച്ചിങ്ങിലൊന്നും വലിയ വ്യത്യാസം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി. കളർ ആ ഡിസ്പ്ലേയിൽ നോക്ക്, അൾട്രാ വൈഡിൽ നിന്ന് 1x പോകുമ്പോൾ വലിയ കളർ വ്യത്യാസമൊന്നുമില്ല. 8 മെഗാ പിക്സലിൽ നിന്ന് 50 മെഗാ പിക്സലിലോട്ട് പോകുമ്പോൾ വലിയ കളർ വ്യത്യാസമൊന്നുമില്ല. അതിൻ്റെ ഫുട്ടേജൊക്കെ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. 1x 2x 3x 1x നിന്ന് 3x പോയാലും വലിയ വിഷയം കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് മാക്സിമം 8K എടുക്കാൻ പറ്റും കേട്ടോ. 8K 30 FPS എടുക്കാം. 4K 120 FPS വരെ നമുക്ക് ഇതിലല്ലാതെ ഷൂട്ട് ചെയ്യാൻ പറ്റും. 4K 120 FPS നമുക്ക് മാക്സിമം സൂമിന് 5x ആണ് കേട്ടോ. 5x വരെ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ 4K 60 FPS ആണെന്നുണ്ടെങ്കിൽ 1x അൾട്രാ വൈഡിൽ 4K റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് 4K റെക്കോർഡ് ചെയ്യണമെങ്കിൽ 1x തൊട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സൂമിന് അപ് ടു 15x വരെ 4K പോകും കേട്ടോ. അൾട്രാ വൈഡ് വേണമെങ്കിൽ 1080pയിലോട്ട് പോകണം. 1080p 60 FPSൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അൾട്രാ വൈഡ് ഇല്ല. 1080p 30 FPSൽ നമുക്ക് അൾട്രാ വൈഡ് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു ഡിമെറിറ്റ് എന്ന് പറഞ്ഞാൽ. ഫാൻ എഡിഷന് അപ്പോൾ അത്യാവശ്യമായിട്ടുള്ള സാധനമല്ല അത് എന്നതാണ് ഉദ്ദേശിക്കുന്നത്. പോർട്രേറ്റ് വീഡിയോ ആണ്. പോർട്രേറ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് 1080p 30 അല്ലെങ്കിൽ നമുക്ക് 1080p 24 റെക്കോർഡ് ചെയ്യാൻ പറ്റും. 30 റെക്കോർഡ് ചെയ്യണം സത്യം പറഞ്ഞാൽ നല്ലത്. 1x 3xലും റെക്കോർഡ് ചെയ്യാൻ പറ്റും. ടെലിഫോട്ടോയിലും നമുക്ക് നോർമൽ 1xലും റെക്കോർഡ് ചെയ്യാൻ പറ്റും. റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വിച്ചിങ് പരിപാടി സൂമിങ് പരിപാടി അങ്ങനെ ഒന്നും നടക്കത്തില്ല. വേണമെങ്കിൽ ഫോട്ടോ എടുക്കാൻ പറ്റും റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. അത്രയേ ഉള്ളൂ ഇതിൻ്റെ ആ ഒരു സംഭവം. പിന്നെ 3xൽ പോയിട്ട് അല്ലാതെ നമ്മളടുത്ത് റെക്കോർഡ് ചെയ്യണം. അല്ല സൂമിന് പരിപാടി അങ്ങനെ ഒന്നും നടക്കത്തില്ല. ഓക്കെ, മനസ്സിലായല്ലോ. അത് കഴിഞ്ഞ് അതിനകത്ത് നമുക്ക് നമ്മുടെ എഫ് നമ്പറൊക്കെ മാറ്റാൻ പറ്റും. 16 മുതൽ 2 വരെ പോകാൻ പറ്റും കേട്ടോ. 1.8 അങ്ങനെയൊന്നുമില്ല, 2 ആണ് അതിൻ്റെ മാക്സിമം ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ. അതാണ് അതിൻ്റെ ഫിൽറ്റേഴ്സ് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. അതൊക്കെ അത്യാവശ്യം നല്ലതാണ് കേട്ടോ ഈ ഒരു ഫിൽറ്ററിലൊക്കെ എടുക്കുന്നത്. അതൊക്കെ ഞാൻ അല്ലാതെ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം ഫുട്ടേജ്. അത് കഴിഞ്ഞ് മോറിൽ പോകുമ്പോൾ നമുക്ക് ഹൈ റെസൊല്യൂഷനിൽ നമുക്ക് ഫോട്ടോ എടുക്കാം. 50 മെഗാ പിക്സൽ എടുക്കാം, പാനോരാമ എടുക്കാം, അൾട്രാ HD ഡോക്യുമെൻ്റ് എടുക്കാം, സ്ലോ മോഷൻ റെക്കോർഡ് ചെയ്യാൻ പറ്റും. സ്ലോ മോഷൻ 1080p 120 FPS റെക്കോർഡ് ചെയ്യാം, 1080p 240 FPS റെക്കോർഡ് ചെയ്യാം, 4K 120 FPS വരെ നമുക്ക് ഇതിനകത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ആ ഒരു സ്ലോ മോഷൻ്റെ ക്വാളിറ്റി. ടെലിഫോട്ടോയിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ആ ഒരു സ്മൂത്തും കാര്യങ്ങളൊക്കെയാണ് 120 FPSൻ്റെ പക്കയാണ് 4K. അത് പോയിട്ട് നമുക്ക് മോറിൽ പോകുന്ന സമയത്ത് ടൈം ലാപ്സ് എടുക്കാം. സ്റ്റേജ് എന്ന് പറഞ്ഞ മോഡുണ്ട്, അതിനകത്ത് എടുക്കാൻ പറ്റും. പ്രോ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. ഫുഡ് മോഡുണ്ട്, സൂപ്പർ മൂൺ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് കഴിഞ്ഞ് ടെലിഫോട്ടോ എക്സ്റ്റൻഡർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഇതെടുത്തിട്ടാണ് നമ്മൾ ആ ഒരു എക്സ്റ്റൻഡർ യൂസ് ചെയ്യണത്. അത് കഴിഞ്ഞ് സ്റ്റേജ് ഡ്യുവൽ വ്യൂ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടും ബാക്കും ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതും കൂടെ ഫുട്ടേജ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. സ്റ്റേജ് ഇപ്പോൾ ഇതാണ് സ്റ്റേജ് വ്യൂ. അതിൻ്റെ ഫുട്ടേജ് ഞാൻ കാണിച്ചു തരാം. ഇത് തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനും തിരിക്കാനൊക്കെ പറ്റും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രണ്ട് ക്യാമറ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഫ്രണ്ട് ക്യാമറയിൽ അൾട്രാ വൈഡ് ഉണ്ട്, 1x ഉണ്ട്, 2x ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോർട്രേറ്റ് നോർമൽ ഫോട്ടോ മോഡ് 2x, സൂം ഒന്നുമില്ല, 2x വരെ ഉള്ളൂ. വീഡിയോ മോഡുണ്ട്. വീഡിയോ മോഡിൽ 1080pയും 4K നമുക്ക് റെക്കോർഡ് ചെയ്യാം, 4K 60 വരെ റെക്കോർഡ് ചെയ്യാം. പോർട്രേറ്റ് വീഡിയോ ഫ്രണ്ടിൽ പറ്റും, 1080p 30 തന്നെയാണ് പറ്റുന്നത്. മോറിൽ പോയാൽ കാക്കേണ്ട പരിപാടിയെല്ലാം നമുക്ക് ഇതിനകത്ത് പറ്റും. ഫ്രണ്ട് 50 മെഗാ പിക്സൽ ആയതുകൊണ്ട് ഹൈ ക്വാളിറ്റിയിൽ നമുക്ക് 50 മെഗാ പിക്സലിൽ എടുക്കാൻ പറ്റും. ഫ്ലാഷ് ഓൺ ആക്കിയിട്ട് ഒരു വൈറ്റ് സംഭവം ഓണായി വന്നിട്ട് ആ ഒരു ഫോട്ടോ എടുക്കും. അതാണ് ഇതിൻ്റെ ആ ഒരു ഫ്ലാഷിൻ്റെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഓപ്ഷൻസ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഈ ഒരു വിവോ X300FEൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെയാണ് ഇനി നോക്കാൻ പോകുന്നത്. നേരെ നമുക്ക് ഔട്ട്ഡോർ പോയാലോ. ഇനി നമുക്ക് ഔട്ട്ഡോർ പോയി പൊളിക്കാം. ഓക്കെ, സോ നമുക്ക് ഇനി ഇതിൻ്റെ ആ ഒരു ക്യാമറ ക്വാളിറ്റിയിലോട്ട് പോകാം. വീഡിയോ മോഡൽ നമുക്ക് അൾട്രാ വൈഡിൽ 1080p 30 റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത്. 1080p 60 ആകുമ്പോൾ ഓൾറെഡി അത് 1xലോട്ട് പോകണം നിങ്ങൾ കണ്ട. അപ്പോൾ നമ്മൾ 1080p 30 ആക്കുന്നു, അൾട്രാ വൈഡിലോട്ട് പോകുന്നു. എന്നിട്ട് നമുക്ക് വ്ളോഗ് ചെയ്യും പോലെ നോക്കാം അൾട്രാ വൈഡിൽ എന്താണ് ക്വാളിറ്റി എന്നുള്ളത്. ഓക്കെ, ഇതാ മാക്രിയൊക്കെ വിളിക്കണേട്ടാ. ഇതിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് ഐഫോണിലാണ്. നമുക്ക് നൈറ്റ് എങ്ങനെയാണ് ഫുട്ടേജ് കിട്ടുന്നതെന്ന് കാണിച്ചില്ല. നിങ്ങൾ ഈ ഫുട്ടേജ് കണ്ടല്ലോ, ഇത് ഐഫോണിൻ്റെ ക്വാളിറ്റിയാണ്. ഒരു 3 വർഷം മുമ്പ് 1.5 ലക്ഷം രൂപയായിരുന്നു. ഒരു 60,000 രൂപ കൊടുത്താൽ ഇപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ്സ് വാങ്ങിക്കാൻ പറ്റും ഈ ഒരു സാധനം. ഇത് 4K 60 എടുക്കണേന്. ഇപ്പം ഞാൻ 4K 60 വിവോയുടെ X300FE എടുക്കാൻ പോവുകയാണ്. ഇതിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് 1xലാണ്. ഞാൻ വലുതായിട്ട് അനക്കണമെന്നില്ല. 4K 60 FPS ആണ്. സൗണ്ട് മൈക്കൊക്കെ അതിൻ്റെ ഇൻബിൽറ്റ് തന്നെയാണ് കേട്ടോ. 2xലോട്ട് സ്വിച്ച് ആക്കി, 3xലോട്ട് സ്വിച്ച് ആക്കി. ഇതാണ് ആ ക്വാളിറ്റി. രാത്രി അത്ര സുഖമുള്ള ഫുട്ടേജൊന്നും അല്ല, എന്നിരുന്നാലും കുഴപ്പമില്ലടായി, നമുക്ക് നോർമലി ഉള്ളതെടുക്കും. ഇനി സ്ട്രീറ്റ് ലൈറ്റിൻ്റെ നടുവിലോട്ട് പോയി നിന്ന് എടുക്കുമ്പോൾ എന്താണ് ക്വാളിറ്റി എന്ന് കാണിച്ചിരുന്നത്. അപ്പം അവിടെയൊക്കെ പക്ക വെട്ടം കുറവാണ്. ഇനി ഇതാണ് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ മുമ്പിലോട്ടൊക്കെ ഉള്ള ക്വാളിറ്റി കേട്ടോ. നിങ്ങൾക്ക് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ മുമ്പിൽ ഈ ഒരു ലെവലിലൊക്കെ നിങ്ങൾക്ക് ക്വാളിറ്റി കിട്ടും. ആ ഒരു ആൻറ്റി ഗ്ലെയർ പരിപാടി ഇതാണ്ട ഇല്ല, ഗ്ലെയർ അടിക്കണുണ്ട് കേട്ടോ. നമ്മളെ X200 പ്രോയിലൊക്കെ ഉള്ള പോലത്തെ മറ്റേ ആ ഒരു ആൻറ്റി ഗ്ലെയർ പരിപാടി
ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് X300 FE 1080p 30fps അൾട്രാ വൈഡ് ആണ് കേട്ടോ. നമുക്ക് അൾട്രാ വൈഡിൽ 30fps മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പറ്റൂ. അത് 4K പറ്റില്ല, 1080p മാത്രമേ പറ്റുള്ളൂ കേട്ടോ. അവിടെ നിന്ന് നമുക്ക് സൂം ഇൻ ആയിട്ട് പോകാൻ പറ്റും. അത് സ്വിച്ച് ഇന്നായിട്ട് മറ്റേ ടെലിഫോട്ടോയിൽ അങ്ങനെയൊന്നും പോകത്തില്ല. ഇതിങ്ങനെ വന്നിട്ട് നമുക്ക് സൂം ഇന്നായിട്ട് അങ്ങ് 15x വരെ പോകാൻ പറ്റും. ഇതാണ് ആ ഒരു 15xൻ്റെ 1080p 30fps നിന്ന് മാക്സിമം സൂം ചെയ്യാനുള്ള ക്വാളിറ്റി കേട്ടോ. ഇനി നമുക്ക് 4K 60fps 8K ഒക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. 8K 1x 2x മാത്രമേ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 4K നമുക്ക് 1xൽ നിന്നും നമുക്ക് മാക്സിമം 15x വരെയൊക്കെ പോകാൻ പറ്റും. അതുകൂടെ കാണിച്ചു തരാം കേട്ടോ. 1xൽ പോർട്രേറ്റ് വീഡിയോ എടുത്താൽ ഇങ്ങനെ ആയിരിക്കും ക്വാളിറ്റി കിട്ടുന്നത്. ബാക്ക്ഗ്രൗണ്ട് ബ്ലർ, ബാക്കിൽ കാർ കിടക്കണണ്ട, ബ്ലറാവുന്നുണ്ട, പക്കയില്ലേ. ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് 4K 60fps നമുക്ക് 1xൽ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സൂം ചെയ്യാൻ പറ്റും, അൾട്രാ വൈഡിലൊന്നും പറ്റത്തില്ല കേട്ടോ. സൂം ചെയ്താൽ നമുക്ക് മാക്സിമം 15x വരെ പോകാൻ പറ്റും. ഇതാണ് 4Kയുടെ ക്വാളിറ്റി കേട്ടോ. ഇതാണ് ക്വാളിറ്റി. 1x 3x പോകുമ്പോൾ ടെലിഫോട്ടോയിലോട്ട് പോകുന്നു. അതിന്ന് മാക്സിമം സൂമിൻ അപ് ടു 15x ആണ് കേട്ടോ. 8Kയിലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെൻഡർ ചെയ്തെടുക്കാനായിട്ട് 8Kയിലൊന്നും പറ്റത്തില്ല. അതിനുള്ള സോഫ്റ്റ്വെയറും കാര്യങ്ങളൊന്നും ഇതുവരെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. 8Kയിൽ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ക്രോപ്പ് ചെയ്ത് നമുക്ക് ക്രോപ്പ് ചെയ്തൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ 8Kയിലൊക്കെ എടുക്കുന്ന സാധനം ക്രോപ്പ് ചെയ്തെടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി ആയിരിക്കും. അതുകൂടെ കാണിച്ചു തരാമേ. ഇതിപ്പോൾ 4K 60fps റെക്കോർഡ് ചെയ്യാനാണ് കേട്ടോ. അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. 2xലോട്ട് പോവാം, 3xലോട്ട് പോവാം, സൂമിൻ അപ് ടു 15x വരെ പോകാൻ പറ്റും കേട്ടോ. അൾട്രാ വൈഡിലോട്ട് പോകാൻ പറ്റില്ല, 1xലേ പോകാൻ പറ്റുള്ളൂ 4K ആയതുകൊണ്ട്. ഓക്കെ, 15x വരെ നമുക്ക് സൂം ഇൻ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതാണ് ആ ഒരു ക്വാളിറ്റി. ഇത് ടെലിഫോട്ടോയിൽ കൂടെ എടുക്കുന്നതാണ് കേട്ടോ. ഓപ്പണിങ് 2 ആണ് അപ്പേച്ചർ. ബ്ലറൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി. ഞാൻ നടക്കുന്നുണ്ട്, സ്റ്റെബിലൈസേഷനും കൂടെ നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. ഇതാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി. ഓക്കെ, ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് സ്റ്റേജ് ഡ്യുവൽ മോഡിലാണ്. ബാക്ക് ക്യാമറയും ഫ്രണ്ട് ക്യാമറ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ബാക്ക് കാര്യങ്ങൾ ഇതാണ് നിറച്ച് താമര പൂത്ത് നിൽക്കുകയാണ് ഗൈസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വ്ളോഗ് ചെയ്യാം. ക്യാമറ നോക്കിയാൽ ഫ്രണ്ട് ക്യാമറ കിട്ടും, ബാക്ക് ക്യാമറ അതുപോലെ കിട്ടുന്നതായിരിക്കും. ഇതാണ് ആ ഒരു ക്വാളിറ്റി. അതേസമയത്ത് 4Kയിൽ നമുക്ക് 1x തൊട്ടേ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്വാളിറ്റി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1x സാധനങ്ങളെ കിട്ടത്തുള്ളൂ കേട്ടോ. പിന്നെ ഗ്ലെയർ നല്ലപോലെ അടിക്കുന്നുണ്ട്. നമുക്ക് മറ്റേ ആ ഒരു ഗ്ലെയർ റെസിസ്റ്റൻറ്റ് പരിപാടി, ആ ഒരു ഗ്ലെയർ അടിക്കാതിരിക്കാനുള്ള കോട്ടിംഗ് ഒന്നും ഇല്ല കേട്ടോ. അത് സൺലൈറ്റ് ആണെങ്കിലും രാത്രിയത്തെ സ്ട്രീറ്റ് ലൈറ്റ്സിലാണെങ്കിലും നമുക്ക് നല്ലപോലെ ഗ്ലെയർ കയറുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇപ്പോഴത്തെ ആ ഒരു ഫുട്ടേജിൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ആ ഒരു പരിപാടി. അപ്പോൾ അൾട്രാ വൈഡൊന്നും കിട്ടത്തില്ല. ഓക്കെ, നമുക്ക് അൾട്രാ വൈഡിലൊക്കെ റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു ക്വാളിറ്റിയെ കിട്ടുള്ളൂ കേട്ടോ. നമുക്ക് 1080p 30fps മാത്രമേ അൾട്രാ വൈഡ് കിട്ടുള്ളൂ. സോ നമുക്ക് ഇങ്ങനത്തെ ഷോർട്സൊക്കെ എടുക്കണമെങ്കിൽ അൾട്രാ വൈഡ് നമുക്ക് ഇങ്ങനെ കിട്ടത്തുള്ളൂ, ഈ ക്വാളിറ്റിയെ കിട്ടത്തുള്ളൂ. വീഡിയോഗ്രാഫി വലിയ ഗുണമൊന്നുമില്ല അൾട്രാ വൈഡ്. നമുക്ക് 4Kയും കൂടെ അൾട്രാ വൈഡ് കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നേനെ. ബട്ട് ബഡ്ജറ്റ് വെച്ചൊക്കെ നോക്കുമ്പോൾ ഇതൊക്കെ നടക്കുകയുള്ളൂ. ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് പോർട്രേറ്റ് വീഡിയോയിലാണ്. ഓപ്പണിങ് 2 ആണ് കേട്ടോ. F നമ്പർ 2 ആണ് കിടക്കുന്നത്. 2ന് താഴോട്ട് പോകാൻ പറ്റത്തില്ല. മാക്സിമം 16 വരെ പോകാൻ പറ്റും. നമുക്ക് ആ ഒരു നമുക്ക് 2ലാണെങ്കിൽ പോലും ഈ ഇവിടെ നമ്മൾ സാംസങ്ങിലൊക്കെ പിടിക്കും പോലെ ഒരു പിടുത്തവും കാര്യങ്ങളൊന്നുമില്ല. എന്തെങ്കിലും ഒബ്ജക്റ്റിനെ നമ്മൾ റെക്കോർഡ് ചെയ്യാനാണെങ്കിൽ പോലും വലിയ പിടുത്തവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതിൻ്റെ ഫേസിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഡയറക്റ്റ് സൺലൈറ്റ് ആണ്. ഇപ്പോൾ നമുക്ക് ബാക്കിൽ നിന്നുള്ള ആ ഒരു ലൈറ്റ് വെച്ചിട്ടാണെങ്കിലും ഹെയറിലൊക്കെ വലിയ പിടുത്തമൊന്നും ഇല്ലാതെ നമുക്കൊരു ഫുട്ടേജ് കിട്ടുന്നുണ്ട്. സാംസങ്ങിലൊക്കെ ആണെങ്കിൽ ഒരു ഊളപ്പിടുത്തം പിടിക്കും. ഐ ഡോണ്ട് ലൈക്ക് സാംസങ്ങിൻ്റെ പോർട്രേറ്റ് വീഡിയോഗ്രാഫി. ഇത് അത്യാവശ്യം കൊള്ളാം. ഇനി ബാക്ക് ക്യാമറയിൽ നമുക്ക് ടെലിഫോട്ടോ, അതായത് പെരിസ്കോപ്പിക് ടെലിഫോട്ടോയിൽ കുറച്ച് ഫുട്ടേജസ് കാണാം. ഇതിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് 8K 30fps നമുക്ക് സ്റ്റാറ്റിക്കൊക്കെ റെക്കോർഡ് ചെയ്യാനായിട്ട് 8K 30fps ഒക്കെ നല്ല ക്വാളിറ്റി ആയിരിക്കും. പിന്നെ ക്ലോസ് വരുംതോറും ബാക്ക്ഗ്രൗണ്ട് ബൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു 8Kയുടെ ക്വാളിറ്റി കേട്ടോ. നമുക്ക് 8Kയും മാക്സിമം സൂം ഇൻ അപ് ടു 5x വരെ പോകാൻ പറ്റും. 1x 2x സൂം ഇൻ അപ് ടു 5x ആണ് കേട്ടോ. ഇതാണ് 8Kയുടെ ക്വാളിറ്റി.
നമുക്ക് റെൻഡർ ചെയ്തെടുക്കുമ്പം അതിൻ്റെ ക്വാളിറ്റി പോകും. അപ്പോൾ നമുക്ക് ക്രോപ്പ് ചെയ്തെടുത്താലും ആ ഒരു ക്വാളിറ്റി ഒന്നും ലോസ് ആവാതെ കിട്ടും കേട്ടോ. എൻ്റെ നേരത്തെ റെക്കോർഡ് ചെയ്ത ഫുട്ടേജുകളെല്ലാം പോയടെ, അതുകൊണ്ടാണ് ഞാൻ രണ്ടാമതൊന്നും റെക്കോർഡ് ചെയ്തത് അടുത്ത്. അപ്പം വേറെ കുറേ ഫുട്ടേജൊക്കെ ഉണ്ടായിരുന്നു, നൈറ്റിൻ്റെയൊക്കെ കുറേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. ഇതാണ് 8K 2x ആ ഒരു ക്വാളിറ്റി, സൂം ഇൻ അപ് ടു 5x. ഓക്കെ, ഇത് ഓപ്പണിങ് 2 തന്നെയാണ്. നമുക്ക് ടെലിഫോട്ടോ, പെരിസ്കോപ്പിക് ടെലിഫോട്ടോയിലൂടെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. 2 ആയതുകൊണ്ട് ബാക്കിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ നല്ല ബ്ലറാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു രീതിക്കൊക്കെ വീഡിയോ എടുക്കാനാണെങ്കിൽ അങ്ങനെ നമുക്ക് റെക്കോർഡ് ചെയ്യാം കേട്ടോ. നമുക്ക് ഫോക്കസ് ഡബിൾ ടാപ്പ് ചെയ്ത് ലോക്ക് ചെയ്ത് പതുക്കെ വാ, ഇങ്ങ് വാ, നടന്നു വാ, മന്ദം മന്ദം വാ. മന്ദം മന്ദം വരുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലറാവുന്നുണ്ട്. ക്ലോസ് റേഞ്ച് വരുമ്പോൾ ഫോക്കസ് ഔട്ടൊന്നും ആവുന്നില്ല. ഇതാണ് ഇതിൻ്റെ ആ ഒരു പോർട്രേറ്റ് വീഡിയോഗ്രാഫി കേട്ടോ. 3x 1x ഞാൻ സ്വിച്ച് ചെയ്യാനൊന്നും പറ്റത്തില്ല, കട്ട് ചെയ്തിട്ട് അടുത്ത 1x കൊടുത്തതാണ് കേട്ടോ. ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല ബ്ലറാണ്. 2 ആണ് കേട്ടോ ഓപ്പണിങ്. ആ ഒരു ഹെയർ ലൈനൊക്കെ ഒന്ന് ചിരിക്കുമോ സാറേ? എല്ലാവർക്കും സുഖമാണോ എന്ന് ചോദിച്ചേ ചായര്. അയ്യോ എന്തൊരു പാവം. ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് 3 രീതിക്ക് റെക്കോർഡ് ചെയ്യാം. അൾട്രാ വൈഡ്, 1x, അതുപോലെ തന്നെ 2x നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും കേട്ടോ. സൂമിനായി പോകുന്നതാണ്. 4K 60 FPS ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് ഫ്രണ്ട് ക്യാമറയിൽ. ഇതാണ് അതിൻ്റെ ആ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ഫ്രണ്ട് 50 MP, ബാക്ക് അൾട്രാ വൈഡ് നമുക്ക് 8 MP പറഞ്ഞത്. ബാക്കി ടെലിഫോട്ടോ, പെരിസ്കോപ്പിക് ടെലിഫോട്ടോയും അല്ലാതെ നോർമൽ 1x ക്യാമറ 50 MP കേട്ടോ. 1x ക്യാമറയിൽ 23 mm ആണ് ആ ഒരു വൈഡ് വരുന്ന ഓപ്പണിങ്. നമുക്ക് അപ്പേച്ചർ നമുക്ക് മറ്റേ പോർട്രേറ്റ് വീഡിയോയിൽ 2 നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും കേട്ടോ. വീഡിയോ ഫോട്ടോസിൽ വരുമ്പോൾ 0.95 പോർട്രേറ്റ് വരുന്നത്, അതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി അൾട്രാ വൈഡ് 1x വരുമ്പോൾ ഉള്ള ക്വാളിറ്റി കേട്ടോ. 4K 60 FPS 1080p 60 FPS നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. 8K ഒന്നും ഫ്രണ്ട് ക്യാമറ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇതും ഓപ്പണിങ് 2 ആണ്. നമുക്ക് ബാക്ക് ക്യാമറയിൽ മെയിൻ ക്യാമറ 1x കൂടെ റെക്കോർഡ് ചെയ്യുന്ന പോർട്രേറ്റ് വീഡിയോ ആണ്. നിങ്ങൾ ആ സൈഡ് കാര്യങ്ങളൊക്കെ പിടിക്കുന്നുണ്ടോ നോക്കിയത്. ഫ്രണ്ട് ക്യാമറയിൽ നിന്ന് ബാക്ക് ക്യാമറയിൽ വരുമ്പോൾ കളർ കുറച്ചുകൂടെ ഒരു ശകലം കൂടുതലായിട്ട് തോന്നും. അതാണ് നോർമലിയുള്ള കളർ. അല്ലാതെ ഫ്രണ്ട് ക്യാമറ കൂടെ നോക്കുമ്പം എൻ്റെ കണ്ണിൽ കൂടെ കാണുന്നതിനെക്കാട്ടിലും കളർ കുറവാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതാണ് ആ ഒരു 1x ക്വാളിറ്റി. ഇപ്പോൾ നമ്മൾ ടെലിഫോട്ടോയിൽ റെക്കോർഡ് ചെയ്യാൻ പോവുകയാണ്. F നമ്പർ 2 ആണ് കേട്ടോ. ഇപ്പം നമുക്ക് ആ ഒരു സബ്ജക്റ്റ് കണ്ടോ, നിങ്ങൾക്ക് ഫേസിൽ ട്രാക്ക് ചെയ്യുന്നുണ്ട്. തൊട്ട് താഴെ തന്നെ കൊച്ചിൻ്റെ ഫേസിലും ട്രാക്കിങ് കിടപ്പുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഡബിൾ ടാപ്പ് ചെയ്താൽ അവിടെ നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫേസിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ കൊച്ചിൻ്റെ ഫേസ് അവിടെ ലോക്ക് ആയിട്ടുണ്ട് കേട്ടോ. അവിടെ ബ്ലറാവും, കൊച്ചിൻ്റെ ഫേസ് മാത്രം ഫോക്കസ് ആവും. ബാക്കി ഇരിക്കുന്ന ആളാണെങ്കിൽ അങ്ങനെ നമുക്ക് ഡബിൾ ടാപ്പ് ചെയ്താൽ ആ ഒരു സബ്ജക്റ്റിന് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ആ ഒരു ക്വാളിറ്റി. F നമ്പർ 2 ആണ് എന്ന് പറഞ്ഞാൽ വലിയ ബ്ലറല്ല, നമുക്ക് ക്ലോസ് പോകും തോറും ബ്ലർ കൂടുകയാണ് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി. അപ്പോൾ പോർട്രേറ്റ് വീഡിയോസ് കണ്ടത്, നമുക്കിനി കുറച്ച് പോർട്രേറ്റ്സ് എടുക്കാം. ഇതിപ്പം മെയിൻ ക്യാമറ ആണ് കേട്ടോ. അതിൽ ഫിൽറ്റേഴ്സ് കാര്യങ്ങൾ വേറെ കിടക്കുന്നുണ്ട്. നമുക്ക് വിവിഡ് തന്നെയാണ് കുറച്ചുകൂടെ ബെറ്റർ. ഫോട്ടോ എടുത്ത് 100 mm കൂടെ എടുക്കണം. 100 mm അൾട്രാ വൈഡിൽ 23 mm നമുക്ക് ഒരെണ്ണം എടുക്കാം കേട്ടോ. നമുക്ക് F നമ്പറെല്ലാം 2.8 ആണ് കേട്ടോ ഇട്ടിരുന്നത്. ഇത് നമ്മളെടുത്തതാണ്. അത് ഓട്ടോമാറ്റിക്കലി പ്രോസസ്സായി കഴിഞ്ഞു. ഇത് 100 mm ആണ് കേട്ടോ. 100 mm ക്വാളിറ്റിയാണ് ഇതായി കാണുന്നത്. ഇത് 85 mm 50 mm കേട്ടോ. അത്യാവശ്യം കൊള്ളാം. നമുക്ക് F നമ്പർ അത്രയും വേണ്ട. F നമ്പർ ഒരു 4 മതി. ജസ്റ്റ് ഇതിങ്ങനെ വെച്ചിട്ട് F നമ്പർ 4 35 mm ചിരിയടി, 50 mm 85 mm ചിരി, കലിപ്പ് 100 mm. ഇതാണ് ചിരി 100 mm ആ ഒരു ക്വാളിറ്റി. കൊള്ളാം കേട്ടോ. നോർമൽ ഫോട്ടോസ് നമുക്ക് എടുക്കാനായിട്ട് അത്യാവശ്യം അൾട്രാ വൈഡിൽ നിന്ന് 1x പോകുമ്പോൾ കളർ പിടിക്കുന്നുണ്ടോ നിങ്ങൾ നോക്കിയത് കണ്ട. വലിയ കളർ വ്യത്യാസമില്ല. അൾട്രാ വൈഡ് ലൈവ് കിടക്കണം, ലൈവ് ഓഫ് ചെയ്തിട്ടുണ്ട്. അൾട്രാ വൈഡ് 1x, ആ ലീഫ് തന്നെ 2x 3x. നമുക്ക് 10x പോയാൽ സൂപ്പർ മാക്രോയിലോട്ട് പോകാൻ പറയും. ഞാൻ സൂപ്പർ മാക്രോ അവിടെ ഓൺ ആക്കിയിട്ടുണ്ട്. സൂപ്പർ മാക്രോയിൽ നമുക്ക് പോയാൽ 3x മുകളിലോട്ടൊക്കെ നമുക്ക് സൂപ്പർ മാക്രോ സുഖമായിട്ട് എടുക്കാം കേട്ടോ. ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇതാണ് സൂപ്പർ മാക്രോയിൽ എടുത്ത ഫോട്ടോ. ആ ലീഫ് കണ്ട, ആ ലീഫൊക്കെ ഞാനിവിടെ കൊടുത്തയ്ക്കാം.
സൂമിൻ ചെയ്യുമ്പോഴൊക്കെ നല്ല പക്ക ക്വാളിറ്റിയാണ് കേട്ടോ. സോ ഗൈസ്, ഇത്രയൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഇരിക്കുന്ന വിവോ X300Fയിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എനിക്ക് ഡീമെറിറ്റ് ആയിട്ട് തോന്നിയ ഒരു കാര്യം ഇതിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയാണ് കേട്ടോ. അൾട്രാ വൈഡ് ക്യാമറ 8 മെഗാ പിക്സലേ ഉള്ളൂ. അതുപോലെ തന്നെ ആ 8 മെഗാ പിക്സലിൽ വേറെ കളർ ഡിഫറൻസ് കാര്യങ്ങളൊക്കെ വളരെ നമുക്ക് ഐഡൻറ്റിക്കൽ അല്ല, നമുക്ക് ചെറുതായിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവത്തുള്ളൂ. ഈ 1Xലോട്ട് പോകുന്ന സമയത്ത് ചെറിയൊരു ഒരു കളർ കുറവേ നമുക്ക് ഫീൽ ചെയ്യണുള്ളൂ. അത് പെട്ടെന്ന് നമുക്ക് അറിയാനൊന്നും പറ്റിയൊന്നുമില്ല കേട്ടോ. പക്ഷേ വീഡിയോ റെക്കോർഡിങ്ങിൽ നമുക്ക് 1080p 30 FPS മാത്രമേ കിട്ടത്തുള്ളൂ. ആ കിട്ടുന്നതും വളരെ വലിയ നല്ല ക്വാളിറ്റി ഉള്ള സാധനം എന്നല്ല, ഒരു ഗുണമില്ലാത്തൊരു സാധനമാണ് നമുക്ക് ആ ഒരു 30 FPS കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അത്ര ക്ലോസ് ഒബ്ജക്റ്റൊക്കെ നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബാക്കിലോട്ട് പോയി നിന്ന് എടുക്കേണ്ടി വരും. ഇപ്പോൾ ഈ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അൾട്രാ വൈഡിൽ. അതുപോലെ തന്നെ 1Xലാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ക്ലോസ് ആയിട്ട് പോകും. നമ്മൾ ഇപ്പം ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ വീഡിയോ റെക്കോർഡിങ് ഫോക്കസ് ചെയ്തെടുക്കാൻ നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ. അല്ലാത്ത പക്ഷം ദർ ഇസ് നോ പ്രോബ്ലം. പിന്നെ ഹീറ്റിംഗ് ഉണ്ടോ എന്ന് വെച്ചാൽ നമ്മൾ 4K 60 ആ ഒരു റേഞ്ചിലൊക്കെ നിന്ന് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ നേരം ഷൂട്ട് ചെയ്യണ സമയത്ത് ഹീറ്റിംഗ് അടിക്കുന്നുള്ളൂ. അത് മറ്റേ ഈ ഒരു ഭാഗത്തൊന്നുമല്ല ഹീറ്റിംഗ് അടിക്കുന്നത്. നോർമലി ഒരു എല്ലായിടത്തും കൂടെ പടർന്ന് നിൽക്കുന്ന ഒരു ഹീറ്റിംഗ് ആണ് ഫീൽ ചെയ്യുന്നത്. അല്ലാതെ ഒരിടത്ത് മാത്രം തിളച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. പക്ഷേ ഒരു ഫാൻ എഡിഷനിൽ അവർ സ്നാപ്ഡ്രാഗൺ ഇൻട്രൊഡ്യൂസ് ചെയ്തത് വളരെ വലിയൊരു കാര്യം. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ സ്റ്റോറേജ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു പഴയ സ്റ്റോറേജ് സെറ്റപ്പ് കാര്യങ്ങളൊന്നും അല്ല കൊണ്ടുവന്നിട്ടുള്ളത്. നൈസ് സ്റ്റോറേജ് സെറ്റപ്പാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് രണ്ടും കൂടെ കലർന്ന് വരുമ്പോൾ, അതായത് സ്നാപ്ഡ്രാഗൻ്റെ പ്രോസസ്സറും വിത്ത് ആ ഒരു UFS 4.1 കൂടെ ചേർന്ന് വരുമ്പോൾ നല്ല രീതിക്ക് നമ്മളെ കൂടെ നിൽക്കുന്നുണ്ട്. ബാക്കി ലാഗ് കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. ആ ഒരു സ്വിച്ചിങ് വോയിസിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ ക്യാമറ സ്വിച്ചിങ്ങിൽ കാര്യങ്ങളിലൊന്നും, അതായത് ഇപ്പോൾ ഫോട്ടോയിൽ നിന്ന് പോർട്രേറ്റ് പോകാനും വീഡിയോയിലോട്ട് പോകാനും ഒക്കെ നമുക്കൊരു ലാഗ് ഉണ്ടല്ലോ, ആ ഒരു ലാഗ് കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. നോർമലി നമുക്ക് കിട്ടുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ ഫാസ്റ്റായിട്ടുള്ള സാധനം കിട്ടുന്നുണ്ട്. എന്തൊക്കെ വന്നാലും എനിക്ക് സാധനം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. നല്ല രീതിക്ക് യൂസ് ചെയ്യാനായിട്ട് ചാർജും അത്യാവശ്യം നല്ല രീതിക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചത് ഇതിൻ്റെ ബ്രൈറ്റ്നസ് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ കൂടുതലായതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെക്കാളും ചാർജ് കുറച്ചേ നിൽക്കത്തുള്ളൂ എന്നാണ്. പക്ഷേ നല്ല രീതിക്ക് ചാർജ് നിൽക്കുന്നുണ്ട്. ഈ ഒരു സാധനത്തിൽ നിന്ന് എനിക്ക് വേറെ നെഗറ്റീവായിട്ട് പറയാനൊന്നുമില്ല. വലിയ ഹീറ്റിംഗ് ഒന്നും ഇല്ല. ഒരു സ്നാപ്ഡ്രാഗൺ ഉള്ളത് കൊണ്ടാണ് വലിയ ഹീറ്റിംഗ് ഒന്നും ഇല്ലാത്തത്. പിന്നെ എടുക്കണമെന്നുള്ളവർക്ക് എടുക്കാം. ലോഞ്ച് ആവണ സമയത്ത് തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, ട്രിവാൻഡ്രത്തുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. ആ കോൺടാക്റ്റിൽ വിളിച്ചിട്ട് നിങ്ങൾ പ്രീ ബുക്ക് ചെയ്താൽ ഇറങ്ങണേൻ്റെ അന്ന് തന്നെ നിങ്ങൾക്ക് സാധനം കിട്ടും കേട്ടോ. ഇത്രയാണ് വിവോ X300Fയെ പറ്റിയുള്ള വീഡിയോ. 200F എടുക്കണമോ 300F എടുക്കണമോ എന്ന് ചോദിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ 300Fയിലോട്ട് പോയിക്കോ. വിവോ X300 എടുക്കണമോ 300F എടുക്കണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് ഹീറ്റിംഗ് കുറഞ്ഞ് നിൽക്കണം എന്നൊക്കെ ഉള്ളൊരു സാധനമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫാൻ എഡിഷനിലോട്ട് പോവാം. കുറച്ചുകൂടെ കോമ്പാക്റ്റ് ആയിട്ട് കയ്യിലിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫാൻ എഡിഷനിലോട്ട് പോകാം. മറ്റേതാണെങ്കിൽ 300ലാണെങ്കിൽ കുറച്ചുകൂടെ പക്ക പോർട്രേറ്റ്സ്, പക്ക നല്ല കിടിലം പോർട്രേറ്റ്സ് കിട്ടും. ഇതും കിട്ടുക തന്നെ അതിലും കുറച്ചുകൂടെ ബെറ്റർ പോർട്രേറ്റ്സ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ വീഡിയോ റെക്കോർഡിംഗ് ക്വാളിറ്റി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അധികം കിട്ടും. പിന്നെ നമുക്ക് ഇൻഹാൻഡ് ഫീല് അതിനേക്കാളും 300F ആണ് കേട്ടോ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത്. അല്ലാത്ത പക്ഷം 300 ഈസ് എ ബെറ്റർ ഡിവൈസ്. കുറച്ച് ഹീറ്റിംഗ് കുറവ് വേണമെന്നുണ്ടെങ്കിൽ Fയിലോട്ട് പോവാം. ഗെയിമിങ്ങും കുറച്ചുകൂടെ Fയിൽ ബെറ്റർ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണുള്ളത്. ഇനി ഒരു പ്രോപ്പർ കമ്പാരിസൺ വേണം, ക്യാമറ കമ്പാരിസൺ വേണം, അല്ലെങ്കിൽ ഓവറോൾ കമ്പാരിസൺ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ നമുക്ക് അതിനെ പറ്റി കൂടെ 300ഉം 300F ആയിട്ടുള്ള ഒരു കമ്പാരിസൺ വെക്കാം. അതുപോലെ തന്നെ 300 അൾട്രയിലെ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്ത് തരാം. ഉടനെ തന്നെ നമുക്ക് അതുമൊക്കെ കൊണ്ടുവരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചുമ്മാ ഇനി വലിച്ച് നീട്ടുന്നില്ല. ചിലപ്പം ഇതൊരു വലിയ വീഡിയോ അയക്കാൻ ചാൻസ് ഉണ്ട്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണമെങ്കിൽ വലിയ വീഡിയോ തന്നെ ചെയ്യേണ്ടി വരും. സോ നമുക്ക് കുറച്ച് വീഡിയോ ലെങ്ത് കുറച്ചിട്ട് ഒരു വൈഡ് റേഞ്ച് ഓഡിയൻസ് അല്ല നമുക്ക് വേണ്ടത്. എടുക്കാൻ നിൽക്കുന്ന ആൾക്കാർക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സാധനമാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അതൊക്കെയാണ് നമ്മളെ പരിപാടി. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ വിവോയുടെ ഡിവൈസ് എടുക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തേരാം. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.